ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ ഇന്ന് സമർപ്പിക്കും. വൈകിട്ട് നട തുറന്ന ശേഷമാകും സമർപ്പണ ചടങ്ങുകൾ നടക്കുക. തുലാമാസ പൂജകൾക്കായാണ് ശബരിമല നട ഇന്ന് തുറക്കുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വിവാദങ്ങൾക്ക് ശേഷം അങ്ങനെ വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ അവിടെ ഘടിപ്പിക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ആ ചടങ്ങ് എങ്ങനെയായിരിക്കും നടക്കുക? ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായ ദിവസം തന്നെ ശബരിമല നട തുറക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേശ്വർ മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും. ഇപ്പോൾ ഇവിടെ ആളുകളെ മുകളിലേക്ക് കയറ്റിവിട്ട് തുടങ്ങിയിട്ടില്ല. സന്നിധാനത്തേക്ക് ആളുകളെ കയറ്റിവിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ സന്നിധാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. തൊട്ട് താഴെ 18-ാം പടിക്ക് താഴെ വലിയൊരു ഭക്തരുടെ കൂട്ടമുണ്ട്. ആളുകളെ താഴെ നിന്ന് മുകളിലേക്ക് കയറ്റിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൃത്യം 4 മണിക്ക് നട തുറക്കും. അതിനുശേഷം പൂജകളുണ്ട്. ആ പൂജകൾക്ക് ശേഷമാകും 5 മണിയോടുകൂടിയാകും ഈ ദ്വാരപാലക പാളികൾ പ്രതിഷ്ഠിക്കുക. നേരത്തെ വിവാദമായ സെപ്റ്റംബർ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയ പാളികൾ തിരിച്ചു വയ്ക്കുക. ഈ പാളികൾ കൊണ്ടുപോയത് ഹൈക്കോടതി അറിയിക്കാത്തതിനാലാണ് അത് വലിയ വിവാദമായി മാറിയത്. ഹൈക്കോടതിക്ക് ശബരിമല ചുമതലയുള്ള ജില്ലാ ജഡ്ജി അക്കാര്യം ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് വെളിച്ചം വീശിയ അന്വേഷണത്തിലേക്കും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിലേക്കും കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ മാസം 7-നാണ് സ്വർണ്ണം പൂശാനായി ഈ പാളികൾ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അഴിച്ചുകൊണ്ടുപോയത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയ ശേഷം 21-ന് തിരിച്ചെത്തിച്ചു. പക്ഷേ ഹൈക്കോടതി അനുമതിയില്ലാതെ അത് തിരികെ സ്ഥാപിക്കാൻ കഴിയില്ല. ഹൈക്കോടതി അനുമതി വാങ്ങി തന്ത്രിയുടെ അനുവാദവും വാങ്ങിയ ശേഷമാണ് ഇന്ന് ഈ പാളികൾ തിരികെ വയ്ക്കുക. നട തുറന്ന് പൂജകൾ ആരംഭിച്ച ശേഷം 5 മണിയോടുകൂടി ഇത് തിരികെ സ്ഥാപിക്കും. അതിനുള്ള പൂജകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മാസപൂജയ്ക്കായാണ് നട തുറക്കുന്നത്. ചിത്തിര ആട്ടവിശേഷം നടക്കേണ്ടത് ഈ ആഴ്ചയിലാണ്. ഈ ഇത്തവണ നട തുറക്കുമ്പോഴാണ് 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം അതിന്റെ ഭാഗമായി നടക്കുന്നുമുണ്ട്. ഏതായാലും വൈകിട്ട് 4 മണിക്ക് നട തുറക്കും. അതിനുശേഷം വിവാദമായ ഈ സ്വർണ്ണപ്പാളികൾ പതിക്കുന്നത് ആരംഭിക്കുകയും ചെയ്യും. യാദൃച്ഛികമെന്ന് തന്നെ പറയണം. ഒരുപക്ഷെ ഈ പാളികൾ തിരികെ വെക്കുന്ന ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് ഈ മാസം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ഒന്ന് മഴയാണ് കാരണം, മറ്റൊന്ന് രാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അവസാന 22-ാം തീയതിയാണ് നട അടയ്ക്കുന്ന 22-നാണ് രാഷ്ട്രപതി ഇവിടേക്ക് എത്തുന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശക്തമായ ക്രമീകരണങ്ങളിലേക്ക് മാറിക്കഴിയും. അതുകൊണ്ട് കാര്യമായി ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ആളുകൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതുപോലെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നട തുറക്കാൻ കാത്ത് കൂടുതലും ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഈ മാസപൂജകൾക്കും ഇപ്പോഴും എത്തുന്നത്. ഏതായാലും 4 മണിക്ക് നട തുറക്കും. അതിനുശേഷം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് അത് സ്ഥാപിക്കാൻ തുടങ്ങുകയും ചെയ്യും. തന്ത്രി ഉൾപ്പെടെയുള്ളവർ, ക്ഷേത്രതന്ത്രിയും മേൽശാന്തിയും ഉൾപ്പെടെയുള്ളവർ അതിന് സന്നിഹിതരായിരിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പോലുള്ള ബോർഡിന്റെ പ്രധാനപ്പെട്ട ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ആര്യ. യെസ്, വി അരുണാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേർത്തത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ യാദൃച്ഛികമെന്ന് പറയട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായ ദിവസം തന്നെയാണ് ശബരിമല നട തുറക്കുന്നതും തുലാമാസ പൂജകൾക്കായി. അന്നേ ദിവസം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ തിരികെ ദ്വാരപാലക ശില്പങ്ങളിൽ ഘടിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടി വരികയാണ്.